ആലിപ്പറമ്പ് വാഴയങ്കട നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷ പരിപാടികൾ ജനുവരി 12 മുതൽ 19 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. വാഴയങ്കട ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തിയിരുന്ന സാംസ്കാരിക സമ്മേളനം ഈ വർഷം ജനുവരി 13 ശനിയാഴ്ച വൈകുന്നേരം 5:30 നടക്കുന്നത്. ഈ വർഷത്തെ നരസിംഹമൂർത്തി പുരസ്കാരം കഥകളി അണിയറ കലാകാരൻ മാങ്ങോട് അപ്പുണ്ണിത്തരകനാണ് നൽകുന്നത്. സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സ്ഥലം MLA ശ്രീ നജീബ് കാന്തപുരം ആണ്. ഈ സാംസ്കാരിക പുരസ്കാരം ഈ വർഷത്തെ പുരസ്കാരം സമർപ്പിക്കുന്നത് പത്മശ്രീ മട്ടന്നൂർ ശങ്കരമൂർത്തിമാരാണ്. വ്യാഴാഴ്ച വൈകുന്നേരം 5:30 കലവറ നിറയ്ക്കൽ, ക്ഷേത്രാങ്കണത്തിൽ ദീപാരാധന എന്നിവയും നടക്കും. വെള്ളിയാഴ്ച ഉത്സവത്തിന് രാത്രി 7:30 കൊടിയേറും. രാത്രി 10 നൃത്തനൃത്യങ്ങൾ നടക്കും. ശനിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകളും വൈകുന്നേരം 5:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ നരസിംഹമൂർത്തി പുരസ്കാരം കഥകളി അണിയറ കലാകാരൻ അപ്പുണ്ണിത്തരകന് നൽകും. സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, കൈക്കൊട്ടിക്കളി, സന്താനഗോപാലം, പ്രഹ്ലാദചരിതം എന്നീ കഥകളിയും അരങ്ങേറും. 3-ാം ദിവസം ഞായറാഴ്ച വിശേഷാൽ പൂജകളും കഥകളി പദം, സംഗീതാർച്ചന, വൈകുന്നേരം സംഗീത കച്ചേരി, 7:30 ത്രിപിൾ തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും നടക്കും. തുടർന്ന് അരങ്ങേറ്റത്തിന്റെ 60-ാം വാർഷികം പൂർത്തിയാക്കിയ വാഴയങ്കട കലാമണ്ഡലം ബലരാമനെ ഉത്സവാഘോഷ കമ്മിറ്റി ആദരിക്കും. തുടർന്ന് കല്യാണ സൗഗന്ധികം, പ്രഹ്ലാദചരിതം എന്നീ കഥകളിയും അരങ്ങേറും. 4-ാം ദിവസം തിങ്കളാഴ്ച രാവിലെ വിശേഷാൽ പൂജകളും വൈകുന്നേരം നൃത്തസന്ധ്യ, തായമ്പക, തോരണയുദ്ധം, പട്ടാഭിഷേകം കഥകളിയും നടക്കും. 16-ന് ചൊവ്വാഴ്ച 5-ാം ദിവസം രാവിലെ നാരായണീയ പാരായണം, ഉത്സവ ബലി, വൈകുന്നേരം 5:30 ഭജനസന്ധ്യ, 7:30 തായമ്പക, 9:30 നൃത്തനൃത്യങ്ങൾ എന്നിവയും നടക്കും. 17-ന് 6-ാം ദിവസം ബുധനാഴ്ച രാവിലെ വിശേഷാൽ പൂജകളും കൈക്കൊട്ടിക്കളികൾ, രാത്രി ഭക്തിഗാനമേള എന്നിവ നടക്കും. 18-ന് 7-ാം ദിവസം രാവിലെ വിശേഷാൽ പൂജകളും പഞ്ചവാദ്യത്തോടുകൂടി എഴുന്നള്ളിപ്പ് എന്നിവയും നടക്കും. 19-ന് വെള്ളിയാഴ്ച 8-ാം ദിവസം രാവിലെ പള്ളിക്കുറുപ്പുണർത്തൽ, 8-ന് ആറാട്ടെഴുന്നള്ളിപ്പ്, ആറാട്ടുകടവിൽ കേളി, തുടർന്ന് പാണ്ടിമേളത്തോടുകൂടി എഴുന്നള്ളിപ്പ്, 21-ന് പ്രദക്ഷിണം, കൊടിയിറക്കൽ, 12:30 ആറാട്ട് സദ്യയോടെ ഉത്സവത്തിന് സമാപനമാകും. 19-ന് രാവിലെ പാണ്ടിമേളത്തോടു കൂടിയിട്ട് ക്ഷേത്ര കുളത്തിലേക്ക് ഭഗവാനെ എഴുന്നള്ളിച്ച് ആറാട്ട് നടത്തി 21 പ്രദക്ഷിണം കഴിഞ്ഞ് ഉത്സവത്തിൻ്റെ സമാപന കൊടിയിറക്ക് ചടങ്ങിലേക്ക് കടക്കുന്ന ദിവസമാണ് അന്ന് വിപുലമായ രീതിയിൽ ക്ഷേത്രം അഗ്രശാലയിൽ വെച്ച് ദേവന്റെ പ്രസാദൂട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഇത്രയും ഒരുക്കങ്ങളാണ് ഈ വർഷത്തെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്ഷേത്രത്തിൽ നടത്തിയിട്ടുള്ളത്. ഈ കൊടിയേറ്റ് ദിവസവും അതുപോലെ തന്നെ ഉത്സവബലി വരുന്ന ദിവസവും ഭക്തജനങ്ങളെ ക്ഷേത്ര ദർശനം നടത്തുന്നതും മറ്റു കാര്യങ്ങളും ഒരു വർഷം ഭഗവാനെ തൊഴുതതിനുള്ള ഒരു ഫലസിദ്ധി കൂടിയാണ് ഈ കൊടിയേറ്റ് സമയത്ത് നമ്മൾ ആ ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം എല്ലാ ആളുകളും ഒന്ന് ആ ഒരു പ്രത്യേക നിമിഷം ശ്രദ്ധിക്കണം എന്നും കൂടി ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. ദേവസ്വം മാനേജർ രഘുനാഥ്, ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹി പ്രസിഡന്റ് NP രാമനുണ്ണി, സെക്രട്ടറി K ശശികുമാർ, ജനറൽ കൺവീനർ V സുബ്രഹ്മണ്യൻ, കമ്മിറ്റി കോർഡിനേറ്റർ M സന്ദീപ്, പ്രോഗ്രാം കൺവീനർ രാമകൃഷ്ണൻ, രക്ഷാധികാരികളായ CK ശ്രീകുമാർ, പ്രകാശൻ, K രാമകൃഷ്ണൻ, PV രാജേന്ദ്രൻ എന്നിവർ വിശദീകരണ യോഗത്തിൽ പങ്കെടുത്തു. CCN ചത്തല്ലൂർ.